അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം എന്ന ഞാൻ തീരുമാനപൂർവ്വം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം തെരഞ്ഞെടുത്തതായി സന്തോഷത്തോടെ അറിയിക്കുന്നു. ബിജു പുന്നത്താനത്തിനെ അനുമോദിച്ചുകൊണ്ടുള്ള സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിലെ അനുമോദന പുസ്തകം നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല എംപിയുടെ അധ്യക്ഷതയിലാണ് ഈ അനുമോദന സമ്മേളനം നടക്കുന്നത്. അതിനായി നിർമ്മല എംപിയെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ 3ാമത്തെ വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ബിജു പുന്നത്താനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം രാധാകി നായർ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ഞാൻ പ്രസിഡന്റായി. ഈ കഴിഞ്ഞ 4 വർഷം വളരെ നല്ല രീതിയിൽ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും ഒക്കെ വളരെ സഹകരിച്ച് നിന്നുകൊണ്ട്, വളരെ യോജിച്ച് നിന്നുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ജില്ലയിലെ 1ാമത്തെ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന ഒരു ദൃഢവിശ്വാസത്തോടുകൂടി ഈ ഭരണസമിതിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനം നോക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഇതിന് മുൻപുണ്ടായിട്ട് വ്യത്യസ്തമായി ഒട്ടേറെ കാര്യങ്ങൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1 വർഷം മാത്രമാണ് ഇനി മുൻപിലുള്ളത്. ആ 1 വർഷം വളരെ നിർണായകമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയം എന്ന നിലയിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റും അതുപോലെ ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അറിയാം, ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, നമുക്കൊക്കെ അറിയാം, ബിജുവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല, സജീവ പാർട്ടി പ്രവർത്തനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി, അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നുകൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലം വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഭരണസമിതിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷത്തെ ജനപ്രതിനിധിയായിട്ടുള്ള അനുഭവ സമ്പത്ത്, ആ പരിചയം ഇനി വരുന്ന 1 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ നന്നായിട്ട് ശോഭിക്കുവാനും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും.
നമുക്കൊക്കെ അറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വരുന്നത്. രാമചേച്ചി പ്രസിഡന്റും അതുപോലെ അഭിനന്ദ് സാർ വൈസ് പ്രസിഡന്റുമായിരുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിൽ തുടർന്നു വന്ന പ്രവർത്തനങ്ങളെ ഞാൻ പ്രസിഡന്റും അതുപോലെ വൈസ് പ്രസിഡന്റുമായി വന്നപ്പോൾ ആ പ്രവർത്തനങ്ങളെ തുടർന്നു കൊണ്ടുപോവുകയും അതുപോലെ ജില്ലയിലെ അതിനൂതനങ്ങളായ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും അത് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഒരു വർഷവും അതേ രീതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ തുടർന്നു വരുന്ന പദ്ധതികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം വരുന്ന ഒരു വർഷം നല്ല നൂതനങ്ങളായ പദ്ധതികൾ ജില്ലയിൽ രൂപം കൊടുക്കുവാനും അത് നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനും വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള ചുറുചുറുക്കുള്ള മിടുക്കനായ ഒരാളാണ് വൈസ് പ്രസിഡന്റായി വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റും അതോടൊപ്പം ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ നന്നായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും എടുത്തു പറയാവുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായ രീതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അത്തരത്തിൽ കൂട്ടായ ഒരു സഹകരണത്തോടു കൂടി ഈ വരുന്ന ഒരു വർഷം കൊണ്ട് ജില്ലയെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്താക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതിന് ബിജുവിന്റെ എല്ലാവിധ പിന്തുണയും അതോടൊപ്പം വളരെ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ബിജു പുന്നത്താനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു ജില്ലയുടെ വൈസ് പ്രസിഡന്റായി മുൻപോട്ട് പോകാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന് കൈവന്ന ആ ഭാഗ്യത്തിൽ നമുക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതോടൊപ്പം ഇവിടെ UDP ബഹുമാനിയായ നേതാക്കന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ജോമി കല്ലാനി, അതുപോലെ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ KPCC ജനറൽ സെക്രട്ടറിയുമായ ലതിക സുഭാഷ് അടക്കമുള്ള ഫിലിപ്പ് ജോസഫ്, മുൻ ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്ന ഫിലിപ്പ് ജോസഫ്, അതുപോലെ മറ്റ് ബഹുമാനിയായ നേതാക്കന്മാരൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതുപോലെ ജനപ്രതിനിധികൾ അടക്കം ഇവിടെ ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരികയും ഇവിടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനത്തിന് ആശംസകൾ നേരുന്നതിനുമൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന UDP സമന്നതരായ മുഴുവൻ നേതാക്കന്മാരോടും അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടുമുള്ള ആ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ ഏറെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിമി, ഈ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ശ്രീ ബിജു പുന്നത്താനത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാത്തിനും ഉപരിയായി നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളുടെ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഹപ്രവർത്തകൻ സുഹൃത്ത് ശ്രീ ബിജു പുന്നത്താനം കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷം പങ്കുവയ്ക്കാനും അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായും സന്തോഷകരമായ അഭിമാനകരമായ ഒരു നിമിഷം. നമ്മുടെ നാടിന്റെ വികസനത്തിന്, നമ്മുടെ ജില്ലയിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, കർഷകർക്ക്, തൊഴിലാളികൾക്കൊക്കെ ക്ഷേമം നൽകുന്ന ഒരു പഞ്ചായത്തായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി രാധാവി നായർ പ്രസിഡന്റായിരുന്ന കാലഘട്ടം, ശ്രീ കെ അപ്പച്ചൻ സാർ വൈസ് പ്രസിഡന്റായിരുന്നതിന് ശേഷം ശ്രീമതി നിർമ്മല ജിമ്മി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, ശ്രീ ഫിൽസൺ മാത്യു ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി, ഇപ്പം ശ്രീ ഫിൽസൺ മാത്യുവിന് ശേഷം ശ്രീ ബിജു പുന്നത്താനം ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒത്തിരി പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. കാരണം നല്ല ചെറുപ്പക്കാരൻ, നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന, നാടിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ തന്റെ മുഴുവൻ കഴിവുകളും ഈ നാടിന് വേണ്ടി വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തത്വമില്ല. അങ്ങനെ നല്ല ജനപ്രതിനിധിയായി, നല്ല ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി ശ്രീ ബിജു പുന്നത്താനത്തിന് നമ്മുടെ നാടിന് നല്ല സേവനങ്ങൾ നൽകുന്ന ജനപ്രതിനിധിയായി മാറാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജഗദീശ്വരൻ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, വിജയാംശം നേരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 1.5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ച ശ്രീ ഫിൽസൺ മാത്യു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. കൂട്ടായ്മയുടെ ഇടതുപക്ഷ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരുടെയും ഐക്യത്തോടുകൂടി, പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി നാടിന്റെ നന്മയാണ്, നാട്ടുകാരുടെ നന്മയാണ് ഒരു പൊതുപ്രവർത്തകന്റെ ആത്യന്തികമായ കടമ. ജനമാണ് യജമാനൻ എന്നാണ് മഹാത്മാഗാന്ധിജി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ തത്വത്തിലൂടെ മുന്നോട്ട് പോകാൻ
നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ ഒന്നിച്ചു നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ ബിജു പുന്നത്താനത്തിന് ഇനിയും ഈ നാടിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിക്കുവാനും ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരുടെയും പേരിൽ ആശംസിച്ചുകൊണ്ട് ഒട്ടനവധി ജനനേതാക്കന്മാർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ലതിക സുഭാഷ് അടക്കം നമ്മുടെ KPCCയുടെ നേതാക്കന്മാർ PS സലീം, നാടക സുരേഷ് അടക്കമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ എല്ലാ നേതാക്കന്മാരും കൂടിയുണ്ട്. എല്ലാവരുടെയും പേരിൽ ശ്രീ ബിജുവിന് ഒരിക്കൽ കൂടി സർവ്വ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്കരിയായ ലതിക സുഭാഷ്. പ്രിയപ്പെട്ട പ്രിയമുള്ള അധ്യക്ഷ ശ്രീമതി നിർമ്മല ജിമ്മി, അഡ്വക്കേറ്റുകൾ കല്ലാണി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വേദിയിലെയും സദസ്സിലെയും നേതാക്കളെ, ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികളെ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ, മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരാശംസ ഇവിടെ അനൗചിത്യമാണ്. ഇവിടെ ശ്രീ ടോണി കല്ലാണി നല്ല വാക്കുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ബിജുവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രിയങ്കരനായ ഞങ്ങളുടെ കൊച്ചറിന്റെ ബിജു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മാറിയിരിക്കുന്നു. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ അഡ്വക്കേറ്റ് വിൽസൺ മാത്യൂസ് 1.5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച അപ്പച്ചൻ സാറിന്റെ കാര്യം വിസ്മരിക്കുന്നില്ല. പ്രിയപ്പെട്ട രാമചേച്ചി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ കോട്ടയം ജില്ലാ പഞ്ചായത്തില് ജില്ലാ കൗൺസിൽ മുതൽ 3 വട്ടം വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ജനപ്രതിനിധി എന്നതിലെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അടുത്ത കാലത്ത് അടുത്ത് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും 5 വർഷം കാലാവധി പൂർത്തിയാക്കാൻ ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. കാരണം പൂർത്തിയാക്കാനായിട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് അവസരം ലഭിക്കണം. അതിന് കഴിവുള്ള കവി പറഞ്ഞ പോലെ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് ഹേർഡ് ആർ സ്വീറ്റർ. കേട്ട പാട്ട് മധുരമുള്ളതാണ്, പക്ഷെ കേൾക്കാത്തതോ അതിമധുരം. ഈ സ്ഥാനങ്ങളൊന്നും കിട്ടാത്ത കുറെ മെമ്പർമാര് ഇരിക്കുന്നുണ്ട്. അവരും കഴിവുള്ളവരൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് അർഹതപ്പെട്ട ആളുകൾ വരണം, അവർക്ക് പൂർത്തിയാക്കാനായിട്ട് അവസരം കിട്ടണം. മാറി മാറി ജനങ്ങളെ സേവിക്കണം. ശ്രീ ടോമി കല്ലാണി പറഞ്ഞതുപോലെ നിങ്ങൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖമാകട്ടെ നിങ്ങളുടെ മനസ്സിലെന്ന പറഞ്ഞ മഹാത്മജിയുടെ വാക്കുകൾ പൂവണിയിക്കുവാൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഈ സ്ഥിരത കൂടെ ആവശ്യമാണ്. മുന്നണി സംവിധാനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിലൂടെ കഴിയട്ടെ എന്ന് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ 15 വർഷം ഇരുന്നവര് പഴയ ജനപ്രതിനിധി എന്നവരെ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട നേതാക്കൾക്ക്, സഹപ്രവർത്തകർക്ക് തിരിച്ചു ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നമസ്കാരം. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, KPCCയുടെ സെക്രട്ടറി, കിരീട ചെയർമാൻ കൂടിയായ പ്രിയങ്കരനായ ഫിലിപ്പ് ജോസഫിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരിയായ ഈ അനുമോദന യോഗത്തിന്റെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ടോണി കല്ലാണി, മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീമതി ലതിക സുഭാഷ്, നമ്മളെ അനുമോദിക്കുന്ന നമ്മുടെ എല്ലാ പ്രമുഖനായ ശ്രീ ബിജു പുന്നത്താനം ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ ഒരു അനുമോദന യോഗമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ മറ്റ് 13 ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 5 വർഷക്കാലമായി ശ്രീമതി രാധാവിന്റെ നേതൃത്വത്തിൽ, ശ്രീമതി നിർമ്മല ജിമ്മയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് വളരെ ഭംഗിയായി തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിജു പുന്നത്താനം ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്.
ബിജു വെള്ളത്താരത്തെ കുറിച്ച് ഞാനിവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാവരും നേരിട്ട് അറിയാവുന്നവരും സുഹൃത്തുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ശ്രീ അപ്പച്ചൻ സാറും ശ്രീ ഫിൽസും ഒക്കെ ഇതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. അവരൊക്കെ വളരെ ഭംഗിയായി ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ശ്രീ ബിജു പുന്നത്താനം ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ദീർഘമായ ഒരു അനുകൂല പ്രസംഗത്തിലേക്ക് ഒന്നും പോകാൻ കഴിയും. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ സൂചിപ്പിച്ചതുപോലെ അടുത്ത 5 വർഷക്കാലവും ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അത് തുടരാനും വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടു പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ. 3 പേര് വോട്ട് ചെയ്യാൻ വന്നു, താമസിച്ചുപോയി. ഇവിടെ വളരെ തിരക്കാണ് റോഡിലൊക്കെ. അത് എനിക്ക് പറയാനുള്ളൂ, ഒരു മിനി വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടി ജില്ലാ ഉപാധ്യക്ഷൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്ക് പ്രസംഗിക്കുന്നു. എന്റെ അടുത്ത സുഹൃത്ത് പ്രിയങ്കരനായ ശ്രീ ബിജുവിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുവാൻ ഞാൻ ഈ അവസരം ജില്ലാ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ രാധാബി നായർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാർ എന്ന നിലയിൽ ശ്രീ അപ്പച്ചനും പ്രിയപ്പെട്ട ശ്രീ വിൽസൺ മാത്യൂസും ഒക്കെ കാഴ്ചവെച്ച ആ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള നീക്കം ജില്ലാ പഞ്ചായത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വരും നാളുകളിലും ഇവരുടെ പ്രവർത്തനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. ശ്രീ ബിജുവിന് എല്ലാവിധമായ സന്തോഷിക്കാനുള്ള ബിജുവിനെ രണ്ട് പദവികൾ, 2 ചുമതല ഒരേ സമയത്ത് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്ന അതേ നിമിഷം തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം എത്തുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് DCC ഓഫീസിലേക്ക്. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഒരേ ദിവസം ഒരേ സമയത്ത് 2 പദവികൾ ഒരേ സമയത്ത് ഏറ്റെടുക്കാനുള്ള അവസരം ലഭിക്കുക എന്ന് പറയുന്നത്. എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ, എന്റെ സഹോദരൻ ശ്രീ ബിജുവിന് ഈ 2 പദവികളിലും തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധമായ ഭാവുകങ്ങളും നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയേറെ സന്തോഷമുള്ള ഈ നിമിഷം നമ്മുടെ ഈ ഒത്തുചേരൽ ശ്രീ ബിജു പുന്നത്താനം ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിജു പുന്നത്താനത്തിന് ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ ഇനിയുള്ള കാലയളവിൽ സാധാരണക്കാരായ ആളുകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഫിൽസൺ മാത്യൂസിന്റെ പ്രവർത്തനങ്ങളെ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ശ്ലാഘിക്കുകയും ചെയ്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി കൂടി ചെയ്യുന്നതിന് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബിജു പുന്നത്താനത്തിന് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു പുന്നത്താനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുവാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാർ രാധാബി നായർ ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റുമാർ അബ്ദുൽ സാറും വിൽസൺ മാത്യു ഉൾപ്പെടെയുള്ള അവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ആ ശൈലിയിൽ തന്നെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയി ജനപ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടായി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയിലൂടെ ആ ശൈലിയിലൂടെ തന്നെ ബിജു പുന്നത്താനത്തിനും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃനിരയിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തായിട്ട് മാറ്റുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പക്ഷികളോടൊപ്പം അതിന്റെ മുഖ്യധാര പ്രവർത്തകനായി മാറുവാൻ ബിജു പുന്നത്താനത്തിന് അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാർത്ത നടത്തുന്നു.
ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്ത് കാണുവാനുള്ള അവസരം എല്ലാവർക്കും പ്രത്യേകിച്ചിന്റെ അവസരമാണ്. അത് വേണ്ടവണ്ണം വിനിയോഗിക്കുവാൻ സാധിക്കട്ടെ. വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള അച്ഛനും അതിലെ പുരുഷന്മാർക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ച ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലി സാധിക്കും. തീർച്ചയായിട്ടും എനിക്ക് കൂടി എല്ലാ ഭാവങ്ങളും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു കുന്നത്താനം, മറ്റ് ബഹുമാന്യരെ, കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പുതിയ ഒരു വൈസ് പ്രസിഡന്റിനെ കഴിഞ്ഞ 4 വർഷക്കാലമായി തുടർന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനുസ്യൂതം തുടർച്ച നൽകുവാൻ പുതിയ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി ഒപ്പം നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ശ്രീ ബിജുവിന് നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിലുപരിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് വൈസ് പ്രസിഡന്റാകാൻ തയ്യാറെടുക്കാൻ 15 മിനിറ്റ് സമയമാണ് കിട്ടിയത്. കാരണം വൈസ് പ്രസിഡന്റായി മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം വന്ന 15 മിനിറ്റിനാണ് ഇലക്ഷൻ നടന്നത്. പക്ഷേ ബിജുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലം